വെള്ളാപ്പള്ളി കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. അങ്ങോട്ട് തള്ളിയിട്ട് അങ്ങോട്ട് വീഴും, ഇങ്ങോട്ട് തള്ളിയിട്ട് ഇങ്ങോട്ട് വീഴും. അത് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് തള്ളിയിടാനുള്ള ശ്രമമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വേദിയിൽ നടത്തിയത്. വെള്ളാപ്പള്ളി നടേശന് 88 വയസ്സായി. 88 വയസ്സിന് ദീർഘമായ കാലയളവാണ്. അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഫോർമേഷൻ തൊട്ട് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് മുഴുവൻ കണ്ടയാളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും UDF അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു ഹിന്ദുത്വ നേതാവുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈഴവ സെക്ട് ഹിന്ദുത്വ ഫോൾഡിനകത്തായതുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു മതത്തിനകത്തായതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഹിന്ദുത്വ നേതാവുമുണ്ട്. എന്നാൽ 88 വർഷമായിട്ട് കേരളം കണ്ട ഒരാളായതുകൊണ്ട് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരാളുമുണ്ട്. ഈ രണ്ടാളുകൾക്ക് ചേർന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ രണ്ടാമത്തെ ആളാണ്, അല്ലെങ്കിൽ ഈ ഹിന്ദുത്വാനുകൂലിയായിട്ടുള്ള നേതാവാണ് മലപ്പുറത്തെക്കുറിച്ച് അവിടെ പോയിട്ട് ആ പ്രസ്താവന നടന്നത്. പക്ഷേ അപ്പോഴും ഇവിടെ ഈ കേരളത്തിൻ്റെ പൊതുധാരയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് താൻ എന്ന ധാരണ അപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം VS അച്യുതാനന്ദനോട് വഴക്കിടും, പക്ഷേ ഒരിക്കലും പൂർണ്ണമായിട്ട് എടുത്ത് പക്ഷേ തള്ളിക്കളയില്ല. അദ്ദേഹം പിണറായി വിജയനോട് ഇടയ്ക്കൊക്കെ വിമർശിക്കുകയും BJP നേതാക്കളെ ഒരല്പം പൊക്കിവിടുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ ആ ചെറിയ പൊക്കിവിടലിൻ്റെ ആനുകൂല്യം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ. പക്ഷേ അദ്ദേഹം പിടിവിട്ട് അങ്ങോട്ടേക്ക് പോവുകയില്ല. അപ്പോൾ നിശ്ചയമായിട്ടും ഈ കയ്യാലപ്പുറത്ത് നിൽക്കുന്ന തേങ്ങ എപ്പോഴും തള്ളിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ചാടി വീഴാനുള്ള സാധ്യത പിണറായി വിജയൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വേണമെങ്കിൽ വിമർശിക്കാവുന്ന, അല്ലെങ്കിൽ പിണറായി വിജയനെ പോലൊരാൾക്ക് മറ്റൊരു പക്ഷത്ത് നിന്നിരുന്ന ഒരു നേതാവായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും എന്താണ് മലപ്പുറത്തെക്കുറിച്ച് ഈ പറഞ്ഞത് എന്ന് പിണറായി വിജയൻ ചോദിച്ചേനെ. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് തള്ളിയാൽ അങ്ങോട്ടേക്ക് പോകും എന്നുള്ളതുകൊണ്ട് കൂടി ആയിരിക്കണം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ അത് മാത്രവുമല്ല കാര്യം എന്നും നമുക്കറിയാം. അതായത് എത്ര ശതമാനം വോട്ടുകളാണ് ഇവർക്കുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ഈഴവ വോട്ടുകളാണ് കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിക്ക് കാരണമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന ധാരണ ഇപ്പോൾ പൊതുവിൽ CPIMലെ നേതാക്കൾക്കെല്ലാം ഉണ്ടല്ലോ. 32% വോട്ട് BJPക്ക് മറിഞ്ഞു എന്നാണ് നമ്മൾ നേരത്തെ കാണിച്ച കണക്കിൽ തന്നെയുള്ളത്. 80 ലക്ഷം ഈഴവരുണ്ട് കേരളത്തിൽ എന്നാണല്ലോ കണക്ക്. 26-28% ഈഴവരാണ് നമ്മുടെ ജനസംഖ്യയുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തെക്കോട്ട് നിശ്ചയമായിട്ടും അതൊരു വലിയ സാന്നിധ്യമാണ്. SNDP എന്നത് BDJS ഒന്നുമല്ല. SNDP എന്ന് പറയുന്നത് വലിയൊരു സംവിധാനമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സംവിധാനം പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന വലിയൊരു ശതമാനം ഈഴവ വോട്ടുകൾ ഈ 80 ലക്ഷത്തിനകത്തുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച്, പിണറായി വിജയൻ്റെ കയ്യും പിടിച്ച് ആ സ്റ്റേജിലൂടെ പോകുമ്പോൾ അത് വോട്ടായിട്ട് പരിവർത്തിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണമുണ്ടാകണം എന്ന് പിണറായി വിജയൻ കണ്ടിട്ടുണ്ടാകും. അതായിരിക്കും ഈ SNDPയുമായുള്ള ചർച്ചയുടെ കാര്യം. മറ്റൊന്ന് നമ്മുടെ KPMSൻ്റേത് പുലയ സമുദായത്തിൽപ്പെട്ട 13 ലക്ഷം പേരുണ്ട്. നമ്മുടെ സംസ്ഥാന ജനസംഖ്യയുടെ 4.4% പുലയ ജനസംഖ്യയാണ്. എനിക്ക് തോന്നുന്നു ആ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ ഈ KPMSൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ വലിയൊരു ശതമാനമുണ്ട്. പക്ഷേ അതൊരു സുഘടിതമായ സംഘടനയാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയമായിട്ട് നല്ല വർത്തമാനം പറയാൻ കഴിവുള്ള പുന്നല ശ്രീകുമാറിനെ പോലുള്ള നേതാക്കളുള്ള വളരെ സുഘടിതമായിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ വേരുകളുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്തും സ്വന്തം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരും ഏത് തരത്തിൽ വേണമെങ്കിലും രാഷ്ട്രീയമായിട്ട് മാറി ചിന്തിച്ചാൽ ഉണ്ടാകാവുന്ന തിരിച്ചടി CPIM ആലോചിക്കുന്നുണ്ടാകും. അവിടെയും പോയിട്ട് അല്ലെങ്കിൽ അവിടെ ആ സാന്നിധ്യവും പിണറായി വിജയൻ്റേതായത് നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള തുടർ ദിവസങ്ങളെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ചുള്ള സൂചന നമുക്ക് നൽകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്.